അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദ് ബി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബികൾ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു ലോട്ടറിയാണ് ഈ വീട് വാങ്ങുന്നവന്. വെറും 12 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഇതിന്റെ വില. ഇതിലാണെങ്കിൽ 6 ബെഡ്റൂം, 3 ചെറിയ റൂം, ഡൈനിങ് ഹാള്, സിറ്റിംഗ് ഹാള്, കിച്ചൺ തുടങ്ങി എല്ലാം ഉണ്ട്. മിറ്റൊക്കെ നല്ല ഷീറ്റ് ഇട്ടിട്ട് അതിഗംഭീരമായതാണ്. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്, ഒറ്റപ്പാലം താലൂക്കിലാണ്, പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ്. അതായത് പാലക്കാട് നിന്ന് വരുന്ന തൗഫീഖ് ബസ്, ശ്രീകൃഷ്ണ ബസ്സൊക്കെ പോകുന്ന ബസ് റൂട്ടാണ്. ചെർപ്പളശ്ശേരിക്കുള്ള ബസ് റൂട്ട് കേട്ടോ. അതായത് പാലക്കാട് നിന്ന് വരുമ്പോൾ പത്തിരിപ്പാല, മണ്ണൂര്, പൂക്കോട്ടുകാവ്, തൃക്കടീരി വഴി പോകുന്ന ബസ് റൂട്ടിലാണ്. വെറും 12 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഈ വീട് കിട്ടാൻ പോകുന്നത്. 12 വില പറയുന്നത്. പക്ഷെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് 12 താഴെ നമുക്ക് മേടിക്കാം. ഞാൻ പറഞ്ഞില്ലേ, 8-9 റൂം, തട്ടും തിലാനൊക്കെ ഇട്ട് നല്ല അതിഗംഭീരമായ നല്ല പ്രൗഢിയുള്ള വീട്, നല്ല സൗകര്യങ്ങൾ. ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഇത് കണ്ടതിന് ശേഷം മതി. കാരണം എന്താ, പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, അതിന്റെ ഓർമ്മ അമ്പലമുണ്ട്, ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട് ഇതിന്റെ പരിസരത്ത്. അപ്പൊ ഇതൊക്കെ കാണാൻ ബസ് റൂട്ടിലാണ്. അപ്പൊ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതാണ് പൂക്കോട്ടുകാവുന്ന് നമ്മുടെ തൃക്കടീരി വഴി ചെർപ്പളശ്ശേരിക്ക് പോകുന്ന ബസ് റൂട്ടാണ്. ഇതാ ഇങ്ങനെ ഇത് ഈ റോഡ് സൈഡിലുള്ള വീട് ഇതാ നമ്മൾ കാണാല്ലേ. ഇതാ ഈ വീട് കണ്ടില്ലേ, ഈ വീടിന്റെ ഒക്കെ തൊട്ടത് കണ്ടില്ലേ. അപ്പൊ നാലുപുറം വീടുകൾ, സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. മാത്രമല്ല ബസ് റൂട്ടിലാണ്. മാത്രമല്ല നമുക്ക് കാണാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇനി അതാണ് നമുക്ക് കാണേണ്ടത്. കിടിലാണ്. വെറും 12 ലക്ഷം രൂപയ്ക്ക് താഴെ തരട്ടാ. ഈ മതിലിന്റെ അവിടുന്നാണ് തുടങ്ങൂട്ടാ. ഈ മതിലിന്റെ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കശുമാവിന്റെ കാണാം കേട്ടോ. കശുമാവ്, അതുപോലെ തന്നെ അപ്പുറത്തെ ഒരു പ്ലാവ്, ഇപ്പുറത്തെ ഒരു മാവ് വേറുണ്ട് കാണാട്ടാ. അതിന്റെ പുറമെ നിങ്ങളുടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണാപുരം തുണിക്കടറ ബോർഡ്. ഈ ബോർഡിന് നമുക്കൊരു 3000-3500 റുപ്യ വർഷത്തിൽ കിട്ടും. അതുപോലെ തന്നെ വേറൊരു ബോർഡ് ഉണ്ടായിരുന്നു ഇവിടെ, അതായത് നമ്മുടെ ജ്വല്ലറിയുടെ ആണ് കേട്ടോ, കവിത ജ്വല്ലറിയുടെ ആണ്. അതുപോലെ തെങ്ങുണ്ട് അവിടെ കേട്ടോ, നല്ല കായ്ഫലുള്ള തെങ്ങ് 2 എണ്ണത്തിലുണ്ട്. വാഹനം നിർത്താനുള്ള ഷെഡ് ഉണ്ട്. പ്രിയപ്പെട്ട ഹബീബുകളെ കാണണം, നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം ആ അറ്റം വരെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാ ഈ അറ്റം വരെ കണ്ടില്ലേ. ഇവിടെയൊക്കെ മിറ്റൊക്കെ നന്നായിട്ടേ ഷീറ്റ് ഇട്ടിട്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാം, അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. എന്ത് പരിപാടിക്കും പറ്റും. എന്തിനൊക്കെ പറ്റുകയെന്നുള്ളത് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. ഈ പ്രോപ്പർട്ടി പ്രിയപ്പെട്ട ഹബീബികൾ, ഈ റോസ് പെയിന്റ് അടിച്ച ഇത് വരണ്ട് നമ്മുടെ സ്ഥലം ഇതല്ലേ, ഇത് വരണ്ട്. അപ്പൊ ഈ കാണുന്ന വീടാണ്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് തൊടി ഒന്ന് കാണാം, ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണോ ഒറ്റപ്പാലത്തേക്കുള്ള ബസ്സാണ് കേട്ടോ. അതായത് പൂക്കോട്ടാവുന്ന ഇങ്ങനെ മുന്നർക്കോട് വഴി, തൃക്കടീരി വഴി ഒറ്റപ്പാലത്തേക്ക് പോകുന്ന ബസ്സാണിത്. അല്ല, ചെർപ്പളശ്ശേരി ബസ്സാണ്. അപ്പൊ ചെർപ്പളശ്ശേരിക്ക്, പാലക്കാട്ടേക്ക്, ഒറ്റപ്പാലത്തേക്ക്, മണ്ണാർക്കാട്ടേക്കൊക്കെ ബസ്സുള്ള റൂട്ടാണ്. അപ്പൊ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട്. തൊട്ട് മുന്നിൽ തന്നെ അംഗനവാടി ഉണ്ട് കേട്ടോ. കുട്ടികളിലെ അംഗനവാടി തൊട്ട് മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇനിയാണ് നമുക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ. ഉള്ളിലത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ റോഡിൽ നിന്ന് നമ്മുടെ വാഹനം കടത്താനുള്ള സൗകര്യമാക്കിയിട്ടാണ് സ്ഥലം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ഗേറ്റ് വെക്കാത്തതെന്ന് ചോദിക്കും നിങ്ങൾ. ഗേറ്റ് വെക്കാത്ത വേറെ ഒന്നല്ല, ഓരോരുത്തർക്കും ഓരോ മോഡൽ ഗേറ്റ് ആവും. ചിലപ്പോൾ ഫ്ലോഡിംഗ് ആവും, അടക്കണാവും, നീക്കണതാവും, ഏത് ഗേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അതിന് സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഗേറ്റ് വെക്കാത്തത്. ഇതാണ് കാർ പോർച്ച്, വാഹനം നിർത്താനുള്ള സൗകര്യത്തിനുള്ള ഷെഡ് കാര്യങ്ങളൊക്കെ കേട്ടോ. അതിന്റെ പുറമെ ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഇവിടെയാണ് നമുക്ക് തെങ്ങ് ഇതൊക്കെ ഉള്ളത്. അവിടെ ഒരു തെങ്ങുണ്ട്, ഈ ഭാഗത്തൊരു തെങ്ങുണ്ട്. നല്ല ഷീറ്റാണ് കേട്ടോ. വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു തെങ്ങുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിനോട് പറയാനുള്ള 2 കായ്ഫലുള്ള തെങ്ങുകൾ, നല്ല തെങ്ങുകളുണ്ട്. അടുത്ത് വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്. പൈപ്പ് കണക്ഷൻ ഉണ്ട്. പൈപ്പ് കണക്ഷൻ ആ മൂലൊക്കെ പൈപ്പ് കണക്ഷൻ ഉണ്ട്. പൈപ്പ് ലൈനിന്റെ വെള്ളമുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ട്. അതിന്റെ ഓർമ്മ കുഴൽ കിണറുണ്ട്, കിണറുണ്ട്. പക്ഷെ കിണറ്റിലാണ് കോയൽ കിണർ, അത് നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ കിണറ്റിൽ കോയൽ കിണർ അടിച്ചിക്കുക. അപ്പൊ കിണറിലെ വെള്ളം പ്രതീക്ഷിക്കേണ്ടതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല മഴക്കാലത്തുണ്ടെങ്കിൽ തന്നെ കിണറ്റിലെ വെള്ളം കിട്ടുള്ളൂ. അപ്പൊ അത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇതിൽ ഉപയോഗിക്കുന്നത് കോയൽ കിണറാണ്. ഇതാ വന്നു കഴിഞ്ഞാൽ കണ്ടെങ്കിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട്, ഈ ഭാഗത്തൂടെ ഒക്കെ ഷീറ്റ് ഇട്ടാൽ നമുക്ക് അലക്കാനും അലക്കിയുടെ ഡ്രസ്സ് ഇടാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിലെ മതിലുണ്ട്. ഇതിലെ മതിൽ തന്നെയാണ് നമ്മുടെ അതിർത്തി. ഇവിടുന്ന് അങ്ങോട്ട് സ്ഥലമൊന്നും ഇല്ല കേട്ടോ. ഇതിലാകെ സ്ഥലം നമുക്ക് 4.25 റിക്കാർഡ്. പക്ഷെ സ്ഥലം 7 സെന്റ് സ്ഥലമുണ്ട്. 7 സെന്റ് സ്ഥലം ഇതിലുണ്ട്. റിക്കാർഡ് പരമായിട്ട് നമുക്ക് 4.25 നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തു. ഡോക്യുമെന്റ്സ് 100% കറക്റ്റാണ്. ധൈര്യമായിട്ട് മേടിക്കാം. പുറത്ത് ബാത്റൂം, കുളിറൂം, അലക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂടുതൽ സമയം നമ്മൾ കൊണ്ടുപോകുന്നില്ല. കാരണം എന്താ, വീടിന്റെ ഉള്ളിൽ നല്ല കാണിക്കാറുണ്ട്. അപ്പൊ പെട്ടെന്ന് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. ഇതാ വീടിന്റെ ബാക്കിലുള്ള സ്ഥലം ഇതാണ് കേട്ടോ. വീടിന്റെ ബാക്കിൽ നമുക്ക് തെരഞ്ഞാൽ കാണാം. എന്ത് കാണാം? ഒരു മാവ് കാണാം. വേറൊന്നും ഇവിടെ കാണാനില്ല. പിന്നെ കുറച്ച് കവുങ്ങും തൈ വെച്ചിട്ടുണ്ട്. ഇപ്പോ ഇതാ അല്ലേ, ആ വീടിന്റെ ബാക്ക് വശമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ.
എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ എല്ലാ ഭാഗവും കണ്ടു കഴിഞ്ഞാൽ എന്താവണം, ചാനലിൽ കണ്ട് അതേപോലെ ആയിരിക്കണം ഇവിടെ വരുമ്പോഴും. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗവും കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പൊ നമ്മൾ ബാക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് വീടിന്റെ ഉള്ള കാണാനുള്ളത്. അത് ഒരുപാട് കാണാണ്ട് കേട്ടോ, ഒന്ന് ക്ഷമ വേണേ. കാരണം 9 റൂമാണ്. ഈ 9 റൂം കാണണമെങ്കിൽ ഒന്ന് ക്ഷമ വേണം. അതിൽ 6 എണ്ണം നല്ല അടിച്ചാപ്പൊളി ബെഡ്റൂമാണ്, സൂപ്പർ ബെഡ്റൂം 6 എണ്ണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഫുള്ളായിട്ട് മിറ്റം ഷീറ്റ് ഇട്ടിരിക്കുക കേട്ടോ. ഇതുപോലൊരു മിറ്റം നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. മാത്രമല്ല മിറ്റത്ത് നമ്മൾ കണ്ടോ കാവ്യ കണ്ടിരിക്കണേ, സിമെന്റ് ഇട്ടിട്ട് കാവ്യ ഇട്ടിട്ട് ഉണ്ടോ. ഒരുപാട് പേർക്ക് ഇരിക്കാം. ഇവിടെ കുട്ടികൾക്ക്, നമ്മുടെ മക്കളെ കണ്ടെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ റോഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇതിന്റെ ഉള്ളിൽ സൈക്കിൾ ചവിട്ടി പഠിക്കാം. കാരണം അത്രയ്ക്ക് വിശാലമായ വലിയൊരു മിറ്റാണ്. മാത്രമല്ല നമുക്ക് വൈകുന്നേരം സമയത്ത് ഇരുന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടെ തിണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കുക മാത്രമല്ല, കടക്കാം കേട്ടോ. ഒരാൾക്ക് കടക്കാനുള്ള വീതിയിൽ തിണ്ടുണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു തലയണ രൂപത്തിൽ ഇത് അവിടെ കുറച്ച് ഉയരം കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അങ്ങനെ കടന്നിട്ട് കാറ്റ് കൊണ്ട് കിടക്കാം. റോഡ് സൈഡിലല്ലേ വാഹനങ്ങളൊക്കെ പോണത് കണ്ടിട്ട് ഇങ്ങനെ കിടക്കാം കേട്ടോ. അപ്പൊ അത്രയും വിശാലമായ മിറ്റാണ്. ഒന്ന് കാണിച്ചു കൊടുത്താൽ, ഇവിടുന്ന് അങ്ങോട്ടൊന്നാണ് കാണിച്ചു കൊടുത്താ, മിറ്റത്തിന്റെ ആ ലാസ്റ്റ് ഭാഗം അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്താ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ 1-2 പരിപാടികൾക്ക് എന്തായാലും പറ്റും. ഒരു ആയുർവേദ ഡോക്ടറാണോ, നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ചികിത്സ തുടങ്ങാം. ആയുർവേദ ഡിസ്പെൻസറി ആയിട്ട് ചെറുതായിട്ടൊന്ന് തുടങ്ങാം. അതിനുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട്. അല്ല ഇനി ഒരു തുന്നൽ ക്ലാസ് ആണോ, അതിന് പറ്റും. കാരണം കുറച്ച് ടൈലർമാരെ വെച്ച് വെക്കാം. അല്ല ഗോഡൌണിന് പറ്റും സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ. പിന്നെ ഇത് പറ്റുക, ഇനി എന്തോ 1-2 സാധനങ്ങൾ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞാൽ എന്താണെന്നുള്ള ഒന്ന് ആലോചിക്കട്ടെ. അപ്പൊ ചെറിയൊരു ക്ലിനിക്കൊക്കെ ഇവിടെ ഓടും കേട്ടോ. പിന്നെ ഇവിടുന്ന് പൂക്കോട്ട സെന്റർക്ക് ആകെ 1 കിലോമീറ്റർ ഉള്ളൂ. പൂക്കോട്ട സെന്റർ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതോ, നല്ല ഡോറ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. അപ്പൊ ഡോറൊക്കെ തുറന്നിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ വലിയൊരു സിറ്റിംഗ് ഹാളാണ്. അത്യാവശ്യം ഒരു 10-15 പേർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യത്തിലുള്ള വലിയൊരു സിറ്റിംഗ് ഹാള്. മാത്രമല്ല ഇവിടെ തട്ടിട്ടിരിക്കുന്നു കേട്ടോ, നല്ല ഭംഗിയോടുകൂടി, നല്ല കളറിൽ, നല്ല അടിച്ചാപ്പൊളി തട്ട് കണ്ടില്ലേ. തട്ടിന്റെ പല കാണിച്ചു കൊടുക്കും, മരങ്ങൾ കാണിച്ചു കൊടുക്കും, കട്ടിലകൾ കാണിച്ചു കൊടുക്കും, ഓരോ മരങ്ങളുടെ വണ്ണം കാണിച്ചു കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു റൂമുണ്ട്. നമ്മൾ ഫസ്റ്റിൽ കാണുന്ന റൂമാണ്, ചെറിയ റൂമാണ് കേട്ടോ. ചെറിയ റൂം ഇങ്ങനത്തെ 3 എണ്ണം ഉണ്ട്. ബെഡ്റൂം 6 എണ്ണം വലുതുണ്ട്. ഇതാണ് ഈ റൂം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒന്നുമില്ലെങ്കിൽ മുസ്ലിം വിഭാഗം ആളുകൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമസ്കരിക്കാനും കാര്യങ്ങൾക്കും ആയി, അല്ലെങ്കിലോ മറ്റുള്ളവർ അവർക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, പൂജ റൂമായിട്ടോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. കാരണം പള്ളി മദ്രസയൊക്കെ ഇവിടുത്തെ 1/2 കിലോമീറ്റർ ആണ്. കുട്ടികളെ മദ്രസയിലേക്ക് ഇവിടെ ആക്കാൻ എളുപ്പമാണ്, സ്കൂൾക്ക് ആക്കാൻ എളുപ്പമാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഇവിടെ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ചെറിയ റൂം കാണൽ കഴിഞ്ഞു. ഇനി നമുക്ക് കാണുന്നത് അടുത്തത് വലിയൊരു വരാന്തയാണ്, വലിയൊരു ഹാൾ തന്നെ കേട്ടോ. നല്ല സൗകര്യമുണ്ട് ഇവിടെയും. ഇവിടെയും തട്ടാണ് ഇട്ടിരിക്കുന്നത്. തട്ട് മുകളിൽ തട്ടം കാണിച്ചു കൊടുക്കും കേട്ടോ. ഇവിടെയും തട്ടാണ് കണ്ടില്ലേ. എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം കേട്ടോ. നല്ല തട്ടിട്ടിട്ട് നല്ല ചന്തത്തില് കണ്ടോ, നല്ല വലിയൊരു വീട്. ഇത് നമുക്കൊരു ബെഡ്റൂം. ഇതാണ് ബെഡ്റൂം. 6 റൂമിലെ ഒന്നാണിത് കേട്ടോ. 6 ബെഡ്റൂമിലെ ആദ്യത്തെ ബെഡ്റൂം 1 ഇതാ. ഇത് തട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഇതിൽ തന്നെയാണ്. നല്ല ചൂടെടുക്കില്ല കേട്ടോ തട്ടിടുകൊണ്ടേ. ഇവിടെ നമ്മൾ പെയിന്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഒന്ന് ഒരു കോട്ട് പെയിന്റ് അടിക്കേണ്ടി വരും. അതുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞാൽ 2ാമത്തെ ബെഡ്റൂമും ഈ ഹാളിൽ തന്നെ അതേ വലിപ്പം. ഇതാ 2ാമത്തെ ബെഡ്റൂമും ഇതേപോലെ തന്നെ തട്ടിട്ടിട്ടാണ്, മേലെ തട്ടിട്ടിട്ട് കേട്ടോ. കണ്ടില്ലേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം തട്ട്. അപ്പൊ 2 ബെഡ്റൂം നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. ബാക്കി പിന്നെ അപ്പുറത്താണ് മറ്റുള്ള റൂമുകൾ. അപ്പൊ മുകളിലേക്ക് കയറുമ്പോ നല്ല കോണിയാണ് കേട്ടോ. ഇതിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മേലെത്തിയ 4 ബെഡ്റൂം അടിച്ചാ പൊളി. അപ്പൊ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാ കണ്ടില്ല നിങ്ങള്, നല്ല കഴുക്കോല് പട്ടിക. മരത്തിനൊന്നും യാതൊരു കംപ്ലൈന്റും ഇല്ല. ഇപ്പൊ പൊളിച്ച് പണിയെടുത്താണ് ആണോ. മരങ്ങളൊക്കെ മാറ്റി ചതിരൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ മരങ്ങൾ മുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടുണ്ടാവില്ല ഇതിന്റെ അടിയിൽ. അപ്പോൾ ആദ്യത്തെ ഒരു ബെഡ്റൂം ഒന്ന് കാണും ഇവിടെ. ഇതാ കാവ്യാണ് കേട്ടോ. അന്നേരം ഇതാ ഈ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുത്താ, നല്ല വലിപ്പമുള്ള വലിയ ബെഡ്റൂം. അതുപോലെ തന്നെ മരങ്ങളും കാണിച്ചു കൊടുക്കുക, കഴുക്കോല് കട്ടിയൊക്കെ കാണിച്ചു കൊടുക്കുക. ചതിരൊന്നും പിടിച്ചില്ല. ആൾക്കാർ വരയ്ക്ക് ഓടുവരല്ലേ, ചതിര പിടിച്ചിട്ടുണ്ടാവില്ല. ഇത്രയും വലിയ വിശാലമായ ഒരു റൂമാണ് അല്ലേ, വലിയൊരു ബെഡ്റൂം. ഇനി നമുക്ക് അപ്പൊ 3 ബെഡ്റൂമുകൾ കണ്ടു, ഒരു ചെറിയ റൂമും കണ്ടു. ഇനി 4ാമത്തെ റൂം. ബേബിങ്ങളെ എങ്ങോട്ട് വരും.
ഇവിടെയാണ് ഒരു ബെഡ്റൂം. ഇതിൽ ലൈറ്റ് ഇല്ലാത്തതിന്റെ കുറവുണ്ട് കേട്ടാ. ഇവിടെ ബൾബ് ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഇവിടെ കാണുന്നുണ്ട്. കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങള്? ആ മരങ്ങളൊക്കെ പ്രത്യേകം കാണിച്ചു നോക്കണ്ട. കാരണം എന്താ പറയുക, നല്ല നല്ല മരം കൊണ്ട് നടക്കുക. അതൊക്കെ കാണിച്ചു കൊടുക്കും, ശരിക്കും കാണിച്ചു കൊടുക്കും. കണ്ടോ? അപ്പൊ രണ്ടും 4 ബെഡ്റൂം കണ്ടു. അഞ്ചാമത്തെ ബെഡ്റൂം അത് കാണിച്ചു കൊടുക്കും. 5ാമത്തെ ബെഡ്റൂം, മുകളിൽ 3ാമത്തെ ബെഡ്റൂം. അത് കഴിഞ്ഞാൽ ഇവിടെ അതേപോലെ വലിയ റൂം അല്ലേ. 6ാമത്തെ ബെഡ്റൂം അല്ലേ. അപ്പൊ മുകളിൽ 4ാമത്തെ ബെഡ്റൂമും മൊത്തം 6ാമത്തെ ബെഡ്റൂമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 ബെഡ്റൂം കിടിലൻ, നല്ല സൗകര്യത്തോടു കൂടി റോഡ് സൈഡിൽ. ഈ 12 ലക്ഷം റുപ്യക്ക് എവിടുന്ന് കിട്ടാനാ ഹബീബിങ്ങൾ? എങ്ങനെ നമ്മുടെ വിലകം വേണ്ടി ചാനലിൽ മാത്രമല്ല 12 നെഗോഷ്യബിൾ കൂടിയാണ്. ഇനി നമുക്ക് ഡൈനിങ് ഹാള്, ഉള്ളിലുള്ള ബാത്റൂമുകൾ, വേറെ എൻഡ് റൂമുകളൊക്കെ കാണാനുണ്ട്. അതൊക്കെ കാണാം. അപ്പൊ നമ്മള് എല്ലാം കഴിഞ്ഞ് ഇനി കാണാൻ പോകുന്നതാണ് നമുക്ക് ഡൈനിങ് ഹാള്. ബടീന് തട്ടിട്ടുക്കണല്ലോ. ഈ ഡൈനിങ് ഹാളും തട്ടാണ് കേട്ടാ. ഇതും തട്ടാണ്. നല്ല വലിയ ഡൈനിങ് ഹാളാണ്, ചെറിയ ഡൈനിങ് ഹാളൊന്നല്ല. നല്ല വലിപ്പമുണ്ട്, നല്ല സൗകര്യമുണ്ട് പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങളെ. ഇവിടെ ഒരു വാഷ് സ്പേസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു വാഷ് സ്പേസ്, പാനി മോജൂദ്. പാനി മോജൂദ്. पानी दे। देख लो भाई लोग बहन लोग, घर कितना बड़ा घर है देख लो। 12 लाख का है, 12 लाख। देख लो भाई लोग बहन लोग, 12 लाख है, 12 लाख। इतना बड़ा घर है, बस रोड में। அண்ணங்க பாருங்கண்ணா, நம்ம வீடு பாருங்க, நல்ல பெரிய வீடு. இது வந்து 12 லட்சம். ஆனால் 12 ലക്ഷത്തിൽ ഏതാவது നെഗോഷ്യബിൾ பண்ணும். അതിൻ്റെ അടുത്ത് കാര്യം പറയാൻ പറഞ്ഞു. ഇതൊരു റൂമാണ് കേട്ടാ. ഇതാണ് ചെറിയ റൂം, 3 ഒരു റൂം കണ്ടില്ലേ. ഇനി ഇതാ 3ാമത്തെ റൂം വെറുതെ ചേർത്ത്. ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്തിന് ബാത്റൂം ഉള്ളില്. കാരണം എന്താ പറയുക, പഴയ കാലത്തൊക്കെ പുറത്തന്നെ ഉള്ളിൽ ബാത്റൂം സെറ്റ് ചെയ്തിട്ടാ ഈ റൂമിനോട് ചേർന്ന്. അപ്പം മൊത്തം 9 റൂമും ഒരു ബാത്റൂമും ഉള്ളിൽ കാണിച്ചു തന്നു. അതിൽ 6 ബെഡ്റൂം വലുത്. കണ്ടില്ലേ ഹബീബിങ്ങൾ? ഇനി നമുക്ക് ഇതിനെ കുറിച്ച് വിശദീകരിച്ച് പഠിക്കാം. മാത്രമല്ല ഞാൻ കിച്ചൺ കാണണ്ട. കിച്ചൺ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ കിച്ചണിലേക്ക്. ഇവിടെ റാക്കൊക്കെ ഉണ്ടല്ലോ. ഇതാണ് കിച്ചൺ കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ്. അമ്മിക്കുട്ടിയൊക്കെ ഉണ്ട് അവിടെ കേട്ടാ. കാണിച്ചു പൈപ്പ് കണക്ഷൻ, വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലേ, റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പുറമെ നമുക്ക് നമ്മൾ ഫസ്റ്റ് കണ്ട അതേ ഭാഗത്തേക്ക് വരികയാണ്. എവിടേക്ക്? ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാണെന്നുള്ളത്. കണ്ടോ, ഈ സാധനം തന്നെ ഇരിക്കണ ചോദിക്കും. ഇത് വെള്ളത്തിന്റെ ടാങ്ക് വെച്ചതായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, ടാങ്ക് സ്റ്റാൻഡ്, ഇരുമ്പിന്റെ സ്റ്റാൻഡ് വെച്ച് മുകൾക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാലിയായി കിടക്കുന്നത്. അപ്പൊ അതും കൂടെ പറഞ്ഞുതരാം, ഇനി വിശദീകരിച്ച് പറഞ്ഞുതരാം. അതുപോലെ തന്നെ എന്റെ ഹബീബിങ്ങളോട് പറയുള്ളത്, നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഫണ്ട് ഇറക്കാൻ പറ്റിയ, പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. വലിയൊരു ബിസിനസ്സാണ്. അപ്പോൾ 2-3 രൂപ ബിസിനസ്സാണ്. നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി കിട്ടുന്ന ബിസിനസ്സാണ്. അതിലേക്ക് ഫണ്ട് ഇറക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ടോ എൻ്റെ ഓഫീസ് നമ്പറായിട്ടോ ബന്ധപ്പെടുക. നല്ല കച്ചവടമാണ്, നല്ല പ്രോപ്പർട്ടി, നല്ല ലാഭം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ കയ്യിൽ വന്നുപെട്ടിരിക്കുന്നത്. അപ്പോൾ അത് എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ 2-3 പേരെ നമുക്ക് ആവശ്യമുണ്ട്. നല്ല പ്രോപ്പർട്ടി കിട്ടുന്നതായിരിക്കും. അതും കൂടെ നിങ്ങളെ ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയിക്കുകയാണ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, വീട് കണ്ടു, വീടിന്റെ പരിസരം കണ്ടു. ഇത് എവിടെയെന്ന് ഒരിക്കൽ കൂടി പറയാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ, നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിൽ, നമ്മുടെ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ, മാത്രമല്ല പൂക്കോട്ടുകാവ് ടൗൺ എന്ന് പറയുന്നത് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡാണ്. ആ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ തൃക്കലിരി ടൗൺ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് 5 കിലോമീറ്റർ. മാത്രമല്ല ഒറ്റപ്പാലത്തേക്കുള്ള ബസ്, ചെർപ്പുളശ്ശേരിക്കുള്ള ബസ്, മണ്ണാർക്കാടേക്കുള്ള ബസ്, പാലക്കാട്ടേക്കുള്ള ബസ് നമ്മളെ ഈ വീട്ടിന്റെ അടുത്ത് കിട്ടും. അതുപോലെ തന്നെ അംഗനവാടി തൊട്ടടുത്തുണ്ട്, പള്ളിയുണ്ട്, മദ്രസ ഉണ്ട് 500 മീറ്റർ ചുറ്റളവിൽ. ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത്. മുന്നർക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ 1 കിലോമീറ്റർ അപ്പുറത്ത്. അതുപോലെ തന്നെ അമ്പലം 1 കിലോമീറ്റർ. പൂക്കോട്ടുകാവ് 1 കിലോമീറ്റർ ഇല്ല, 750 മീറ്റർ. ക്രിസ്ത്യൻ ചർച്ച് 2 കിലോമീറ്റർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ വീട് വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ ഈ സ്ഥലം പ്രോപ്പർട്ടി മേടിക്കുന്നവർക്ക് ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങാം. അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. കാരണം മിറ്റം കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യം. ട്യൂഷൻ സെന്റർ തുടങ്ങാം. കരാട്ടെ ക്ലാസ് വേണമെങ്കിൽ അത് തുടങ്ങാം. ആയുർവേദത്തിന്റെ ചികിത്സ തുടങ്ങാം. കാരണം ആയുർവേദ ഡോക്ടർ ഇതിൽ ഉണ്ടായിരുന്നതാണ് ആദ്യം. ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് ആയുർവേദ ചികിത്സ ഇതിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ സാധനങ്ങൾ എന്തെങ്കിലും ഗോഡൌൺ ആയിട്ട് സെറ്റ് ചെയ്യാം. താമസിക്കാനുള്ള സൗകര്യം. അതല്ല, കുറച്ച് ഡ്രസ്സ് കൊടുത്തിട്ട് കുറച്ച് ടൈലർമാരെ വെച്ചിട്ട് നിങ്ങൾക്ക് തയ്ച്ചിട്ട് കടകൾ കൂടെ സപ്ലൈ ചെയ്യാൻ വയ്ക്കൂ, അതിനും പറ്റും. കാരണം എന്താണെന്നറിയോ,
മെഷീൻ വെക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ കൂടുതലാണ്. മാത്രമല്ല ജോലിക്കാർക്ക് താമസിക്കാൻ വരെ ഇവിടെ സ്ഥലമുണ്ട്. ഇഷ്ടംപോലെ സ്ഥലമല്ലേ. 6 ബെഡ്റൂം, 3 ചെറിയ റൂം, ടോട്ടൽ 9 റൂം നിങ്ങൾക്ക് കാണിച്ചു തന്നു. കിച്ചൺ കാണിച്ചു തന്നു, ഡൈനിങ് ഹാള് കാണിച്ചു തന്നു, വരാന്ത കാണിച്ചു തന്നു, സിറ്റിംഗ് ഹാള് കാണിച്ചു തന്നു, അതിവിശാലമായ നല്ലൊരു മുറ്റം കാണിച്ചു തന്നു. ചെറിയ മക്കളുണ്ടെങ്കിൽ ഈ മുറ്റത്തെ സൈക്കിൾ ചവിട്ടി കളിക്കാൻ റോഡിലേക്ക് വിടേണ്ട ആവശ്യമില്ല. ഇതെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിനാണ് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില വെറും 12 ലക്ഷം രൂപ. പക്ഷെ നമുക്ക് നെഗോഷ്യബിൾ കൂടിയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് എന്റെ പ്രവാസികൾക്ക്, മറ്റുള്ള എല്ലാവർക്കും, പല രാജ്യങ്ങളിൽ പല ഭാഗത്ത്. കാരണം ആരെങ്കിലുമൊക്കെ ചെറിയൊരു മുതൽ മുടക്ക് നല്ലൊരു സംരംഭം വാങ്ങി വെക്കട്ടെ. മാത്രമല്ല ഇനി വാടകയ്ക്ക് കൊടുക്കണോ, വാടകയ്ക്ക് കൊടുക്കാം. ഒരു 4000 റുപ്യ വാടക കിട്ടും. വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇതിന്റെ 5ാമത്തെ വീടാണ് എന്റെ വീട്. അതും കൂടെ പറഞ്ഞുതരാം. അപ്പൊ എന്റെ നാട്ടിലാണ്, എന്റെ മഹലിലാണ്. അതും കൂടെ നിങ്ങൾ പറയാം. എന്റെ വീടും ഇതേപോലെ തന്നെ റോഡ് സൈഡാണ്. അതും കൂടെ നിങ്ങൾ പറയാം. പക്ഷെ അത് നിങ്ങൾ കണക്കാക്കണ്ട. ഇത് മേടിക്കാൻ വരുന്നവർ നേരിട്ട് വരുന്ന കണ്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രം അഡ്വാൻസ് കൊടുക്കുക. കാരണം ചില ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ അഡ്വാൻസ് അയച്ചുതരാം, നിങ്ങൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്, അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറയുക, വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അയ്യ അത് പറ്റിയില്ല, ഇത് പറ്റിയില്ല, എന്തെങ്കിലും അഭിപ്രായം വരും. അഭിപ്രായം വരാതിരിക്കാനാ പറയുന്നത്. നേരിട്ട് നിങ്ങൾ വരാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഫാമിലിപ്പെട്ട ആരെങ്കിലും പറഞ്ഞയച്ചിട്ട് ഇതാ വിലക്കുള്ള മുതലുണ്ട് എന്നുള്ളത് 100% നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഇത് മേടിക്കാം കേട്ടോ. മാത്രമല്ല സമയം നമുക്ക് 2 or 3 മാസം സമയം തരാം. 4 മാസം വേണമെങ്കിൽ നമ്മൾ മേടിച്ചു തരാം. പകുതി എമൗണ്ട് കൊടുക്കുക, ബാക്കി 4 മാസം എഗ്രിമെന്റോ സമയം മേടിച്ചു തരാം. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ലോൺ ആക്കി തരുമോ. ഇല്ല, ലോൺ ആക്കി തരാൻ സഹായിക്കില്ല. കാരണം നിങ്ങളുടെ പേർക്ക് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ലോണോ എന്ത് വേണമെങ്കിൽ ആക്കാം, യാതൊരു സംശയമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു 7 സെന്റ് സ്ഥലമുണ്ട്, 4.25 നമുക്ക് റിക്കാർഡില്. കിണറുണ്ട്, കോയൽ കിണറുണ്ട്, കിണറ്റിൽ വെള്ളമല്ല. അപ്പൊ കോയൽ കിണർ പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ പൈപ്പ് ലൈനിന്റെ വെള്ളം പ്രതീക്ഷിക്കാം. പിന്നെ അത് മാത്രമല്ല ചെറിയ കുടുംബം എന്നല്ല, വലിയ കുടുംബം വരണട്ടാ. വലിയ കുടുംബക്കാർ വരികയാണെങ്കിൽ മാത്രമേ ഒരുപാട് ആൾക്കാരുള്ളവർക്ക് ഇതിൽ താമസിച്ചാൽ മുതലാവുള്ളൂ. മറ്റേ 1 or 2 കുട്ടികളുമായിട്ട് താമസിക്കുന്നവർക്ക് എന്താ പറയുക, വൃത്തിയാക്കാൻ എത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വേറൊന്നുമല്ല. താമസിക്കാൻ പറ്റില്ല എന്നല്ല, വൃത്തിയാക്കിയിട്ട് എത്തില്ല. കാരണം അത്രയും സ്ഥലമുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇത് പ്രത്യേകിച്ച് എല്ലാ ഗ്രൂപ്പിലും ഇടുക. നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പ് ഉണ്ടാവും, ഫാമിലി ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും, മറ്റുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബർ ആകാത്ത ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് 76,000-77,000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞു, മാഷാ അള്ളാ. ഒക്കെ നിങ്ങളുടെ സഹായം, നിങ്ങളുടെ സഹകരണം കൊണ്ടാണ്. നിങ്ങൾ ഷെയർ ചെയ്തിട്ടാണ്. വീണ്ടും നിങ്ങളുടെ സഹായം, സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇത് ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.